ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ BGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ പോർട്ട് ഓഫ് ഗോൾഡ് എന്നുള്ള സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. സോ നൗ വി ആർ ഗോയിങ് ടു യൂണിറ്റ് 11 പോർട്ട് ഓഫ് ഗോൾഡ് 2. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പോർട്ട് ഓഫ് ഗോൾഡിന്റെ കഥ മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അതിന്റെ ഒരു മെസ്സേജ് എന്താണ് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യമാണ് യൂണിറ്റ് 11 പറയുന്നത്. ഇനി യൂണിറ്റ് 12-ലും ഒരു ക്രിട്ടിസൈസ് ആണ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതിൽ പറയുന്നത്, ഡൗറി പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ യൂണിറ്റ് 11-ഉം 12-ലും ഒരുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപോലെ അല്ല, നമുക്കത് ഒരുമിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കഥയാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ നമുക്കത് ഒരുമിച്ച് പറയാനേ ഉള്ളൂ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ യൂണിറ്റ് 11-ഉം 12-ഉം ഒരുമിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ സ്റ്റോറി പഠിച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് 11-ഉം 12-ഉം നമുക്ക് എക്സ്ട്രാ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് കേട്ടാൽ മതി. സ്റ്റോറി കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ, ക്യാരക്ടേഴ്സിൻ്റെ നെയിമൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ അടുത്ത് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എ വ്യൂ ഓഫ് സൊസൈറ്റി ഇൻ റോം. അപ്പോൾ നമ്മൾ പറഞ്ഞു റോമിലെ കഥയാണ് പറയുന്നത്. റോമൻ പീപ്പിൾസിന്റെ അല്ലെങ്കിൽ റോമൻ കൾച്ചറൊക്കെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അവിടുത്തെ സൊസൈറ്റിയിലെ അന്നത്തെ കാലത്തെ രീതി എന്താണ്, അവരുടെ പീപ്പിൾസിലെ അവിടുത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു, ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മെഗാഡോറസ് സ്പീച്ച് റിവീൽസ് ദാറ്റ് ദ റോമൻസ് ഫോളോഡ് എ സിസ്റ്റം ഓഫ് ഡൗറി. മെഗാഡോറസിന്റെ സംസാരത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മെഗാഡോറസ് ആരാണ്? യൂക്ലിയുടെ നൈബർ ആയിട്ടുള്ള റിച്ച് ആൻഡ് ഓൾഡ് മാൻ ആണ് മെഗാഡോറസ്. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് റോമൻസ് ഡൗറി എന്നുള്ള ഒരു സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. He talks about the anxieties related to the dowry brought by rich women. The absence of any financial strength from their parents' side would also keep them demurred before their husbands. Thus, he says marrying a woman without dowry would give the man an advantage. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഞാനൊരു റിച്ച് മാൻ ആണ്, അപ്പർ ക്ലാസ്സിലെ ആളാണ്, എനിക്ക് വേണമെങ്കിൽ ഡൗറിയോടുകൂടി അപ്പർ ക്ലാസ്സിലെ ഒരു യുവതിയെ വിവാഹം കഴിക്കാം. പക്ഷേ എന്താണ് പ്രശ്നം? ഞാനൊരു ഡൗറിയോടുകൂടിയാണ് ഒരു യുവതിയെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കും. ഓൾസോ അവൾക്ക് പാരൻസിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടാവും, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവൾ കേൾക്കില്ല. പക്ഷെ ലോവർ ക്ലാസ്സിലെ പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടീനെ സ്ത്രീധനമില്ലാതെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നതെങ്കിൽ അവൾക്ക് വീട്ടുകാരുടെ സാമ്പത്തികപരമായിട്ടുള്ള സപ്പോർട്ട് അവൾക്ക് ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒരു കാര്യം, സ്ത്രീധനമില്ലാതെ അവളെ കല്യാണം കഴിക്കുന്ന പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ള അവളെ ചെയ്യാം, അവളെ അടിക്കുകയോ എൻ്റെ ഇഷ്ടത്തിന് അവളെ എവിടെ നിർത്താം. ഓക്കെ, ഞാനൊരു ഭർത്താവായിട്ട് ഉള്ള ഒരു ഓവറായിട്ട് ഒരു അടിയും തൊഴിയൊക്കെ അവൾക്ക് കൊടുക്കാം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് മെഗാഡോറസിനുണ്ട്. പക്ഷെ അത് നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണല്ലേ. ഭർത്താവും ഭാര്യ ആവുമ്പോൾ എപ്പോഴും അവർക്ക് പരസ്പരമായിട്ടൊരു നല്ല ഒരു ഇതുണ്ടായിരിക്കണം, ഈക്വൽ ആയിട്ടുള്ള ഫ്രീഡവും ഈക്വൽ ആയിട്ടുള്ള കെയറിങ്ങും എല്ലാം ഉണ്ടായിരിക്കണം. പക്ഷെ മെഗാഡോറസിന്റെ ചിന്താഗതി എന്താണ്? സ്ത്രീധനം ഇല്ലാതെ പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടീനെ ഞാൻ വിവാഹം കഴിച്ചാൽ എൻ്റെ സ്ലേവ് പോലെ, എൻ്റെ അടിമയായിട്ട് അവളെ എവിടെ നിർത്താമെന്ന് മെഗാഡോറസ് ചിന്തിക്കുന്നുണ്ട്. ഇതിലൂടെ കറക്റ്റായിട്ട് അന്നത്തെ റോമൻ സൊസൈറ്റിയിലെ അപ്പർ ക്ലാസ് ആളുകളുടെ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലെ ആണെങ്കിലും ആളുകളുടെ ചിന്താഗതി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വേറൊരു കാര്യം, നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന തീം വരുന്ന 2 മെയിൻ തീമാണ്. ഒന്നാമത്തേത് ഡൗറിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. രണ്ടാമത്തെ ഏതാണ്? സ്ലേവറിയിൽ പറയുന്നത് നമുക്കിതിൽ കാണാം, യൂക്ലിയയ്ക്ക് ഒരു സ്ലേവ്, മെഗാഡോറസിന് ഒരു സ്ലേവ്, ലൈക്കണോയിഡ്സിന് ഒരു സ്ലേവ്, ഇങ്ങനെ എല്ലാവർക്കും അത്യാവശ്യം മിഡിൽ ക്ലാസ് ടു ഹയർ ക്ലാസ് ആൾക്കാർക്ക് എല്ലാവർക്കും ഓരോ ഫാമിലിക്ക് ഓരോ സ്ലേവ് ഉണ്ട്. സ്ലേവ് അവർ വീട്ടുജോലി മാത്രം അവർക്ക് ചെയ്താൽ പോരാ, ഈ മാസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഹോമിലെ ആളുകൾ അടിക്കുകയും ഇടിക്കുകയും എല്ലാം ചെയ്യുന്നത് അവർ സഹിച്ച് നിൽക്കണം. എന്തുകൊണ്ട്? അവരുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ ആ ഒരു അടിമപ്പണിയിൽ ആയി പോവുകയാണ്. പക്ഷെ നമ്മളുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്ക് പൈസ ഇത്തിരി കുറവാണെങ്കിലും ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാം, ആരുടെയും ആട്ടും തുമ്പും കേൾക്കാതെ ജീവിക്കാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത്. പക്ഷെ അന്നത്തെ കാലം അങ്ങനെയല്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം പൈസയുള്ള ആൾക്കാരെ, പാവപ്പെട്ട ആൾക്കാരെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. അവരെ സ്ലേവാക്കി, നിർബന്ധപൂർവം വീട്ടിൽ സ്ലേവാക്കി, സ്ലേവറിയിലാക്കി
ഓരോ ഉപദ്രവങ്ങൾ അവർ ചെയ്യുകയാണ്. വീട്ടുപണികളെല്ലാം അവരെ കൊണ്ട് ഇടിപ്പിക്കുന്നതിനും പുറമെ അടിയും ഇടിയും എല്ലാം അവർ കൊടുക്കുകയാണ്. ഓക്കെ, അത് നമുക്ക് കറക്റ്റായിട്ട് അന്നത്തെ കാലത്ത് സ്ലേവറിയും ഉണ്ടായിരുന്നെന്ന്, റോമൻ കൾച്ചറിൽ സ്ലേവറിയും ഉണ്ടായിരുന്നെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്കിതിൽ പറയുന്ന വേറൊരു കാര്യമാണ് ഇന്നെക്വാളിറ്റി. മെയിൽ ഫീമെയിൽ ഇന്നെക്വാളിറ്റി ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് കാണാൻ പറ്റുന്നത്? മെയിൽസ് എല്ലാം സ്വയം ഡിസിഷൻ എടുക്കുകയാണ്. മെഗാഡോറസിനെ വിവാഹം, ഫെയാഡ്രിയനെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് യൂക്ലിയോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു. യൂക്ലിയോ ഫിയാഡ്രിയയുടെ അടുത്ത് മകളോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ആ ഒരു വിവാഹം ഉറപ്പിക്കുകയാണ്. അവിടെ നമുക്ക് ആ ഒരു ഫീമെയിൽസിനെ മെയിൽസ് സപ്രസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പിന്നെ അപ്പർ ക്ലാസ്സിലെ ഒരാളായിട്ടുള്ള ലൈക്കോണോയിഡ്സ് ഫിയാഡ്രിയനെ റേപ്പ് ചെയ്തിട്ട് യാതൊരുവിധ നിയമ നടപടികളും ലീഗൽ ആക്ടിവിറ്റീസും ഈ ഒരു അപ്പർ ക്ലാസ്സിലെ ആൾക്കെതിരെ വരുന്നില്ല. അവിടെ തന്നെ നമുക്കെല്ലാം ഇൻഇക്വാളിറ്റീസ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു വ്യൂ ഓഫ് സൊസൈറ്റി ഇൻ റോം, പീപ്പിൾസ് ഓഫ് റോം എന്നുള്ള സെക്ഷനിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഓഡിയൻസ് ഇൻ പ്ലോട്ടസ് പ്ലേ എന്നുള്ള ഒരു നെക്സ്റ്റ് പോർഷൻ. The audience becomes an actor in the world of Plautus. From the starting, the audience is privy to Euclid's snatches. First, the deity and the latest Romulus share details with the audience. ഈ പ്ലോട്ടസിന്റെ പ്ലേയുടെ ഒരു പ്രത്യേകതയാണ്. പ്ലോട്ടസ് ആരാണ്? പോട്ട് ഓഫ് ഗോൾഡ് എഴുതിയ റൈറ്ററാണ് പ്ലോട്ടസ്. പ്ലോട്ടസിന്റെ ഒരു പ്ലേയുടെ പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ പ്ലേയിൽ ഓഡിയൻസും കാണികളും അല്ലെങ്കിൽ ആ കേൾക്കുന്ന ആൾക്കാരും അതിൽ ആക്ടേഴ്സായി മാറും. എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് ദൈവമായിട്ടുള്ള ലാർ ഫെമിലിയാറിസ് സ്റ്റേജിൽ വന്നിട്ട് ഓഡിയൻസിനോടാണ് പറയുന്നത്, ഞാൻ ഇവിടുത്തെ ദൈവമാണ്, ഞാനാണ്, എൻ്റെ പേരാണ് പോട്ട് ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞ് ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് അല്ലെ. ഇപ്പം നമ്മൾ ഞാനാണല്ലോ കഥ പറഞ്ഞു തന്ന സമയത്ത് നിങ്ങളോട് ആ ഒരു ദൈവം പറഞ്ഞ രീതിയിൽ നമ്മൾ പറഞ്ഞു, ദൈവം വന്ന് ഇങ്ങനെ പറയുന്നു ഫിയാഡ്രെ പാവമാണെന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നു ദൈവം. അപ്പോൾ ഓഡിയൻസോടെ ഒരു പാർട്ടാവുകയാണ് ഈ ഒരു പ്ലേയുടെ. ഇത് പ്ലോട്ടസിന്റെ പ്ലേയുടെ പ്രത്യേകതയാണ്. പിന്നെ ഈ പ്ലോട്ടസിന്റെ പ്ലേയുടെ വേറൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ സിമ്പിൾ ഇംഗ്ലീഷ് റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ ലാംഗ്വേജ്, ഇംഗ്ലീഷ് അല്ല സിമ്പിൾ ലാംഗ്വേജ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഇഷ്യൂസ് കറക്റ്റായിട്ട് അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. റോമൻ അന്നത്തെ കാലത്ത് ഈ ഒരു റോമനിൽ നടക്കുന്ന ഇങ്ങനെയുള്ള അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഈ ഒരു പ്ലോട്ടസ് അദ്ദേഹത്തിന്റെ പ്ലേയിൽ കൊണ്ടുവന്നു. ഡൗറി, പിന്നെ മെയിൽ ഫീമെയിൽ ഇനക്വാളിറ്റി, സ്ലേവറി, ഇതൊന്നും ആരും തുറന്നു കാട്ടാനായിട്ട് സമ്മതിച്ചിരുന്നില്ല. പക്ഷെ പ്ലോട്ടസ് അദ്ദേഹത്തിന്റെ പ്ലേയിലൂടെ ഇതെല്ലാം പുറം ലോകത്തേക്ക് കൊണ്ടുവന്നു. നമുക്ക് ഇപ്പോഴും അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് റോമില് പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ പറ്റുന്നുണ്ട്. പിന്നെ സ്ട്രക്ചർ ഓഫ് ദ പോട്ട് ഓഫ് ഗോൾഡിനെ കുറിച്ച് പറഞ്ഞാൽ പ്ലോട്ടസ് പ്ലേസ് ആർ ജനറലി സെറ്റ് ഇൻ ഗ്രീക്ക് ലോക്കൽസ് ആൻഡ് ദ ക്യാരക്ടേഴ്സ് മേക്ക് references to the Greek customs. Thus, they present to the Roman audience mannerisms that belonged to them, not Greece. Plautus emphasized that his performers were both actors and characters and kept his audience continually aware that the characters are both Greek and Roman. അപ്പോൾ ഈ പ്ലോട്ടസിന്റെ പോട്ട് ഓഫ് ഗോൾഡിൽ നമുക്ക് ഗ്രീക്ക് ആൻഡ് റോമൻ ട്രഡീഷനും ആ ഒരു കൾച്ചറും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓഡിയൻസിനെ കറക്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവെയർ ചെയ്യുന്നുണ്ട്, ഇത് ഇവിടുത്തെ കഥയാണ് അല്ലെങ്കിൽ റോമിലെ കഥയാണ്, അതുകൊണ്ടാണ് ഇവിടെ സ്ലേവറി ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോട്ട് ഓഫ് ഗോൾഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ സ്ലേവറിയിൽ ആയിട്ടുള്ള സ്റ്റെഫില്ല, യൂക്ലിയോയുടെ സ്ലേവ് ആയിട്ടുള്ള സ്റ്റെഫില്ലേനെ യൂക്ലിയോ മർദ്ദിക്കുന്നുണ്ട്. ആ സമയത്ത് മേ ബി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, അയ്യോ അവർ സ്ലേവറിയിൽ ഉള്ളതുകൊണ്ടാണല്ലോ അവർക്ക് ആ ഒരു അടിയൊക്കെ കൊള്ളേണ്ടി വരുന്നത്, അവർ ആ ഒരു റോമൻ കൾച്ചറിലെ ആളായി പോയോണ്ടാണല്ലോ അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂവസ്ലി ഈ ഒരു റൈറ്റർ ഓഡിയൻസിനെ അവെയർ ചെയ്യുന്നുണ്ട്, ഓരോ കൾച്ചറിനെ കുറിച്ചും ആ ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവെയർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ക്യാരക്ടറൈസേഷനെ കുറിച്ച് ഇവിടെ അധികം അങ്ങ് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതിൽ പറയാത്ത ഒരു കാര്യമാണ് ക്യാരക്ടറൈസേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടറൈസേഷൻ എന്താണ്? ലാർ ഫെമിലിയറസ് എന്ന് പറയുമ്പോൾ ഹൗസ് ഹോൾഡ് ഗോൾഡാണ്, ഹൗസ് ഹോൾഡ് ഗോഡാണ് ലാർ ഫെമിലിയറസ്. അദ്ദേഹത്തിന്റെ കയ്യിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പോട്ട് ഓഫ് ഗോൾഡ് ഉണ്ട്, തലമുറകളിലായിട്ട് കൈമാറി വന്ന ഒരു സംഭവമാണ്. യൂക്ലിയോയുടെ ഗ്രാൻഡ് ഫാദറിന്റെ കയ്യിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് യൂക്ലിയോയുടെ കയ്യിലോട്ട് കൊടുത്ത ആളാണ് അദ്ദേഹമാണ്. ലാർ ഫെമിലിയറസ് ആണ് പോട്ട് ഓഫ് ഗോൾഡ് യൂക്ലിയോയുടെ കയ്യിൽ എത്തിച്ചിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഫിയാഡ്രയ്ക്ക് ഒരു നല്ല
ജീവിതവും ലാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത് ദൈവമാണ്. യൂക്ലിയോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തുടങ്ങിയത് ഒരു ഗ്രീഡി ഓൾഡ് മാൻ ആയിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാരക്ടറൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷെ ക്ലൈമാക്സ് ആയപ്പോൾ ഹി ബിക്കംസ് എ ഗുഡ് ക്യാരക്ടർ, അല്ലെങ്കിൽ നല്ലൊരു ആൾ. അദ്ദേഹം ഒരുപാട് നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരാളായിട്ട് യൂക്ലിയോ മാറി. ഫിയോഡ്ര എന്ന് പറയുമ്പോൾ ഓൾവേസ് ഷീ ഈസ് എ innocent girl. Also, she is a young and beautiful girl ആണ് ഫിയോഡ്ര. ബട്ട് ഫിയോഡ്ര ഈസ് cheated by a ലൈക്കണോയിഡ്സ്. ഈ ഫിയോഡ്രയെ ചീറ്റ് ചെയ്തു, പ്രഗ്നന്റ് ചെയ്തു. ബട്ട് ഇത് ഫിയോഡ്ര സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുകയാണ്. മെഗാഡോർസ് ആണെങ്കിൽ യൂക്ലിയോയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള യൂക്ലിയോയുടെ നൈബറാണ് മെഗാഡോർസ്. മെഗാഡോർസിന്റെ സിസ്റ്ററാണ് യുണോമിയ. യുണോമിക്കൊന്നും അധികം ക്യാരക്ടർ അങ്ങനെ വരുന്നില്ല, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. സ്റ്റെഫില് ആരാണ്? യൂക്ലിയോയുടെ സ്ലേവാണ്. സ്ലേവറിയിൽ ആയിപ്പോയ ഒരാളാണ് സ്റ്റെഫില്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്യാരക്ടറൈസേഷനിൽ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഇതിൽ 2 യൂണിറ്റിലും പറയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ എൻഡിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. എൻഡിങ് സ്റ്റോറിയിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് യൂക്ലിയോ നല്ലൊരു മനുഷ്യനാവുന്നു. അതാണ് മെയിൻ ഹൈലൈറ്റ്. പൈസയ്ക്ക് വേണ്ടിയുള്ള ആർത്തി, അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു ജീവിതകാലവും അദ്ദേഹം ആർത്തിയിലും അത്യാഗ്രഹത്തിനും വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. പക്ഷെ ലാസ്റ്റ് അദ്ദേഹം മനസ്സിലാക്കുകയാണ് പൈസയിലും ഇതിലൊന്നും ഒരുപാട് കാര്യമില്ല, നമ്മൾ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് യൂക്ലിയോ മനസ്സിലാവുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായി മാറുകയാണ്. അതാണ് ഏറ്റവും വലിയ ക്ലൈമാക്സിൽ വരുന്ന ഹൈലൈറ്റ്. ഓൾസോ ഫിയോഡ്ര ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഗേൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവ കടാക്ഷം മൂലം ഈ ഒരു ഫിയോഡ്രയ്ക്ക് നല്ലൊരു ജീവിതം ലാസ്റ്റ് കിട്ടുകയാണ്. ഫിയോഡ്രയുടെ കുഞ്ഞിന് അച്ഛനെ കിട്ടുകയാണ് അല്ലേ. അപ്പോൾ ലാസ്റ്റ് എല്ലാം ഒരു നല്ല ക്ലൈമാക്സോട് കൂടി ഒരു സ്റ്റോറി അവസാനിക്കുകയാണ്. സോ ഇറ്റ്സ് എ കോമഡി ഡ്രാമ എന്ന് പറയും. ഓക്കെ, എന്താണ് നല്ല ഹാപ്പി എൻഡിങ് ആണ് വരുന്നത്. സോ ഇതൊരു നല്ല കോമഡി ഡ്രാമയാണ് പ്ലോട്ടസിന്റെ. അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു ബ്ലോക്ക് അവസാനിക്കുകയാണ്. ഇതിൽ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ട ക്യാരക്ടറൈസേഷൻ പഠിച്ചു വെക്കുക, സ്റ്റോറി കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. സ്റ്റോറി കാണാതെ പഠിച്ചാൽ ഏത് ചോദ്യം ചോദിച്ചാലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത ബ്ലോക്കുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.